പ്രപ്പോസ് ചെയ്തേ? എന്ത് പറഞ്ഞ അന്ന് പ്രപ്പോസ് ചെയ്തേ? ഐ ലവ് യു. വഴക്കിട്ടാൽ ആദ്യം സോറി പറയുന്നത് ആരാ? ചേട്ടൻ. ചേട്ടൻ. എന്ത് വഴക്കിട്ടാലും ചേട്ടനാ സോറി പറയും? അങ്ങനെ എന്ത് വഴക്കിട്ടാലും നല്ല മിക്കപ്പോഴും. കാരണം വഴക്കുണ്ടാക്കുന്ന ചേട്ടനും. വഴക്കുണ്ടാക്കുന്ന ഞാനാണ്. അഞ്ചു ഉണ്ടാക്കി ഞാൻ തന്നെ സോറി പറയണം. രീതി തെറ്റിക്കാൻ നമ്മളാളില്ലെന്ന്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആരാ? ഞാൻ. 5. എന്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്? അങ്ങനെ ഒന്നുമല്ല, എല്ലാത്തിനും. ഏറ്റവും ലാസ്റ്റ് വഴക്കിട്ടത് ആരാ? ലാസ്റ്റ് വഴക്കിട്ടത് ഇന്ന് വഴക്കിട്ടില്ല, ഇന്നലെ ഇട്ടായിരുന്നു. ഇന്നലെ എവിടെ ഇന്നലെ നമ്മള് ഷോപ്പിംഗ് പോയി. ഇന്നലെ വഴക്കിട്ടില്ല. ഇന്നലെ സമയം കിട്ടിയില്ല. ഇല്ല. അപ്പൊ എല്ലാ ദിവസവും സമയം കണ്ടെത്തി വഴക്കിടാറുണ്ടോ? ജീവിതത്തിൽ അതൊരു പാട്ടാണ്. മാരേജിന് ശേഷം ഓൾഡ് എക്സുകളെ കണ്ടിട്ടുണ്ടോ? എക്സുകൾ അവർ ചിലപ്പോ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ? ഓക്കെ, അത് കാണണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അവിടെ നിൽക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? നാട് തന്നെയാണ് മിസ് ചെയ്യുന്നത്. എല്ലാരും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ അവിടത്തെ എന്താ മിസ് ചെയ്യുന്നത്? അവിടെ അങ്ങനെ മിസ് ചെയ്യാം. ഇപ്പൊ ശുംഭുനെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് എപ്പോഴും നാടല്ല ഉള്ളവരാണല്ലോ. അവിടെ അങ്ങനെ കാര്യമായിട്ട് മിസ് ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോ മിസ് ചെയ്യാൻ വരും. ഇപ്പൊ ആകെ പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു വീടുണ്ട്, അത് ഇടയ്ക്ക് മിസ് ചെയ്യും. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു മിക്കവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരിക്കും വീട്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ ഒരു വീട് വെക്കുക. ഇപ്പൊ ഈ വീടും നിങ്ങൾ ഒന്നിച്ച് വെച്ചാന്ന് പറഞ്ഞു അവിടെയും അല്ലേ? അപ്പൊ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എങ്ങനെയാണ്? അതെ, ഭയങ്കര വലിയ അച്ചീവ്മെന്റ് അല്ലേ. നമ്മള് ശരിക്കും ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന വീട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷനാണ്. അതുപോലെ ഞങ്ങള് ഈ വീട്ടിലാണെങ്കിലും ഒരുപാട് എന്താ പറയുക പ്ലാൻസ് ഉണ്ടായിരുന്നു, കുറെയൊക്കെ കോംപ്രമൈസ് ചെയ്ത്, എന്നാലും നമ്മുടെ ഒരു ഇഷ്ടത്തിനൊക്കെ ചെയ്ത വീട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്താ പറയാ നല്ലൊരു വീട് കിട്ടി. അപ്പോൾ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ക്ലൈമറ്റ് മാറല്ലേ? അപ്പം എങ്ങനെയാണ് ആ തണുപ്പ് കാലമൊക്കെ? അങ്ങനെ പൊതുവേ മഞ്ഞ് അങ്ങനെ വീഴാറില്ല. സ്കോട്ട്ലാൻഡ് ഭാഗത്തോട്ടൊക്കെ വീഴും. ഞങ്ങള് ഇംഗ്ലണ്ടാണ്. വല്ലപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ വീഴാറുണ്ട് എല്ലാ വർഷവും. പിന്നെ തണുപ്പ് കാറ്റാണ്, തണുത്ത കാറ്റ്. പിന്നെ ക്ലൈമറ്റ് എപ്പോഴും മഴ, തണുപ്പ്, കാറ്റ് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കും. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയാ? അടിപൊളി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. എന്നാലും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടോ? ഡിഫിക്കൽട്ടീസ് എന്നല്ല, നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടൊരു ജോലി ചെയ്യുന്നോടത്ത് സ്ട്രെസ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. എന്നാലും ഇവിടുത്തെ രീതികളല്ല, അവിടെ നിയമങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മൾ എന്താ പറയാ ചെയ്യുന്ന രീതികൾ, ഓരോ കാര്യങ്ങൾക്കും വ്യത്യാസമാണ്. നമ്മൾ ഇവിടെ ശീലിച്ച അല്ലെങ്കിൽ ഇവിടെ പഠിച്ച കാര്യങ്ങളല്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ചെയ്ത് ശീലമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെയാണ്. എന്നാലും ഇപ്പൊ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കാം, എന്താണ് ഇവിടെ ഉള്ളതിൽ നിന്നും അവിടത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് തോന്നിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തിലൊക്കെ ഞാൻ ബൈ പ്രൊഫഷൻ ഞാൻ നേഴ്സാണ്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യണം, അതിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണം, അതിന് സർട്ടിഫിക്കേഷൻ വേണം, അങ്ങനെ ഡോക്യുമെന്റേഷൻ ആവട്ടെ, അങ്ങനെ പിന്നെ സോഷ്യൽ സർവീസ്, അങ്ങനെ കുറേ ഇതുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ പിൻ നമ്പർ പോകാൻ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സ്ട്രെസ് കൂടുതല. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രെസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് മതി നമ്മുടെ ലൈസൻസ് പോവാൻ, ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ട് എപ്പോഴും ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം ചെല്ലുമ്പോഴാട്ടോ, പിന്നെ നമ്മളത് യൂസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ആണ്. എല്ലായിടത്തും അങ്ങനെയാണ്. ശരി. ഇപ്പോൾ ഫാൻസ്, ഇപ്പൊ നമ്മൾ കുറെ കമന്റ് ബോക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറെ ഫാൻസിന്റെ മെസ്സേജസ് ഒക്കെ വരില്ലേ? ഏറ്റവും കൂടുതൽ നിങ്ങൾ ആർക്കാ മെസ്സേജ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു ഒറ്റ അതാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ്?
അങ്ങനെ ഇന്ന ആൾക്കെന്ന് പറഞ്ഞ മെസ്സേജ് വരാറില്ല. ഫാമിലി നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ്, സൂപ്പറാണ്, ഇഷ്ടം അങ്ങനെയാണ് വരിക. അല്ലാതെ ഞങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അങ്ങനെ വരാറില്ല. ചേച്ചിയുടെ ചിരിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്, ചേട്ടന്റെ ഒരു ഇന്നസെൻസിന് ഭയങ്കര ഫാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ മസ്താന് പറയുമ്പോഴേ ഞാൻ അത്ര ഇന്നസെന്റ് ചിരിക്ക് അവളുടെ ചിരി നല്ല ചിരിയാണെന്നുള്ളത് പറയാറുണ്ട്. മമ്മിയുടെ ചിരി നല്ലതാണെന്ന് പറയാറുണ്ട്. ഇന്നസെന്റ് ഇപ്പൊ മസ്താനി പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഫാമിലി നല്ല വീഡിയോസ് ചെയ്യാറുള്ളത് പറയാം. കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കമന്റ് അല്ല, മെസ്സേജ് ചെയ്യാറുണ്ട്. ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളു അതിനകത്ത് പറയാറ്. പിന്നെ പിള്ളേരെ, പിന്നെ പല കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞുമണിയുടെ ഫോട്ടോസ്, അവരുടെ ഫോട്ടോസൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. പിള്ളേർ നമ്മുടെ ഫോട്ടോസൊക്കെ വരച്ചും കുഞ്ഞുമണിയുടെ എഴുതിയൊക്കെ അതൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെ കുറേ സന്തോഷകരമായ നിമിഷമുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് അവർക്ക് അന്നേരം മെസ്സേജ് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരുപാട്. പിന്നെ ഈ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ അതിനകത്ത് കുറേ മെസ്സേജ് വരുന്നുണ്ട്, താഴെ പോകുന്നുണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. എങ്കിലും പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. കമന്റ് അല്ല, മെസ്സേജ്. കമന്റിന് ചിലതിനൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് ചില ഈ വന്ന് ടൈം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീഡിയോ ഇട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, അന്നേരം ഇതിനിടയ്ക്ക് കമന്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ബ്ലോക്ക് ചെയ്യേണ്ട അങ്ങനെയുള്ള മെസ്സേജ് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. കാരണം നമുക്കറിയാം, നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകതയാണ് അത്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർ ഫോളോ ചെയ്തത്. നമ്മളങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ടൊരു ഗീവ് അവേ കൊടുത്തിട്ടുള്ളൂ. ഗീവ് അവേ കൊടുത്തിട്ടുള്ള ആൾക്കാരെ നമ്മുടെ വീഡിയോ കണ്ട് വന്ന ആൾക്കാരാണ്, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാർ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നെഗറ്റീവ് കാണാനിരിക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞൊരു മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല അഞ്ജുവിനെതിരെയാണല്ലോ. പിന്നെ കുറേ ആൾക്കാർ അഞ്ജുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലല്ല, പല പല പേജുകളിലൊക്കെ. അതിൽ കൂടുതലും ഒരു 90% ആൾക്കാർ നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് ക്യാപ്ഷൻ വേറെ രീതിയിലൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കോപ്പിറൈറ്റ് കൊടുത്ത് ഇതാക്കി കളയാറുണ്ട്. പിന്നെ എന്താ പറയണേ, നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഇത് നമുക്ക് ഷെയർ ചെയ്യും. അവർ തന്നെ റിപ്പോർട്ട് അടിച്ച്, നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ റിപ്പോർട്ട് അടിച്ചത് കളയാറുമുണ്ട്. അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളാരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഫാമിലി ലൈഫായിട്ട് പോകുന്നതാണ്. നമ്മളൊരു എന്താ പറയണേ, അങ്ങനല്ല, നമുക്ക് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വേറെ രീതിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക, വേറെ രീതിയിൽ. ഇപ്പം അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്ക് പരാതി വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ഇതിനെ പുറത്ത് ഒരുപാട് മാർഗങ്ങളിപ്പോൾ ഉണ്ട്. പക്ഷേ കൂടുതലും ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സിൽ കൂടുതലും ആൾക്കാർ അവർ തന്നെ റിപ്പോർട്ട് അടിച്ചത് കളയാറ് ഉള്ളത്. പിന്നെ ഞാനും മറ്റേടെ ഡയറക്റ്റ് ഇതൊക്കെ അയച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം എല്ലാ മേഖലയിലും പൈസയാണല്ലോ മെയിൻ. എവിടെ കൊണ്ടിട്ടാലും നമുക്ക് പൈസ ഉണ്ട്. ഫോട്ടോ ഇട്ടാലും സ്റ്റോറി ഇട്ടാലും എവിടെ ഇട്ടാലും പൈസയുണ്ട്. അപ്പോൾ നൈസായിട്ട് എവിടെ കിട്ടുന്നതനുസരിച്ച് അങ്ങ് അടിച്ച് കയറ്റുമെന്നുള്ള ഇങ്ങനെയുള്ള പൈസ അങ്ങനെ കൊണ്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങള് സോഷ്യൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഒരു ഹിഡൻ ടാലൻസ് ഉണ്ട്, അതായത് പുറം ലോകം അറിയാത്ത? അങ്ങനെ പ്രത്യേകിച്ച് ടാലൻസ് ഒന്നുമില്ല. പാട്ട്, ഡാൻസ്, ഡ്രോയിങ്, അങ്ങനെ പ്രത്യേകിച്ച് ടാലൻസ് ഒന്നുമില്ല. നമ്മള് ഇങ്ങനെ സാധാരണ ബാത്റൂം സിംഗിങ് അങ്ങനെ ടാലൻസ്. ഇടയ്ക്ക് പാട്ട് പാടും. പാട്ട് പാടത്തില്ല, അല്ലേ? അത് ഞങ്ങളുടെ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പാട്ട് പാടും. പിന്നെ അഞ്ചു ഞാൻ പറഞ്ഞല്ലോ, ഓവറോൾ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങള് പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് 4 മണി വരെ പാടുമായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. 10 വർഷമായില്ലേ? ഇടയ്ക്ക് ഇന്നാളെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, വീണ്ടും പറഞ്ഞു. അതിപ്പോ പാടുമെന്ന് അതോ മറ്റേ എല്ലാ പാട്ടൊന്നല്ല, അതിലൊരു പാട്ട് മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരു പടം ഉണ്ടല്ലോ, ഡബിൾ റോളുള്ള, മറന്നിട്ടും എന്തിനാ, അത് തന്നെ.
അതൊക്കെയാണോ ലവറിന് പാടിക്കൊടുക്കുന്നത്? അതൊക്കെ പണ്ട് അല്ല, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനല്ലേ പ്രപ്പോസ് ചെയ്തേ? എന്ത് പറഞ്ഞ അന്ന് പ്രപ്പോസ് ചെയ്തേ? ഐ ലവ് യു. അതൊക്കെ അല്ല എന്നാലും ചുമ്മാ പോയിട്ട് ഐ ലവ് യു പറയില്ലല്ലോ. അതൊന്ന് റീക്രിയേറ്റ് ചേട്ടൻ ചെയ്യും. ഐ ലവ് യു എന്ന് പറയുന്നത് അന്ന് എന്നോട് മറ്റേ സിനിമയാണോ? അന്ന് എന്നോട് എന്നോട് പറ ഐ ലവ് യു. അല്ല അന്ന് ശരിക്കും എന്താ അതൊക്കെ ഓർമ്മ ഉണ്ടാകും. നമ്മൾ ആരായിരുന്നു അല്ലെ? നമ്മൾ ആരായിരുന്നു പഴയ? അന്ന് അഞ്ചു ചേച്ചി തിരിച്ച് നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിന്റെ പേര് വേണോ? യെസ് ഐ ഹാവ്, യെസ് ഓർ നോ. ഞാൻ കുറച്ച് സാധനങ്ങൾ ഷടപടയും ചോദിക്കും. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയാം. ചിലത് പറയേണ്ടതുണ്ടാവും, ചിലത് കാണിക്കേണ്ടതുണ്ടാവും. ഓക്കെ? കുഞ്ഞിതായിട്ട് ഒരു റീസൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഏറ്റവും വഴക്കിട്ടാൽ ആദ്യം സോറി പറയുന്നത് ആരാ? ചേട്ടൻ. എന്ത് വഴക്കിട്ടാലും ചേട്ടനാ സോറി പറയുന്നത്? എന്ത് വഴക്കിട്ടാലും അല്ല, മിക്കപ്പോഴും. കാരണം വഴക്കുണ്ടാക്കുന്ന ചേട്ടനാണ്. വഴക്കുണ്ടാക്കുന്ന ഞാനാണ്. അഞ്ചു ഉണ്ടാക്കി ഞാൻ തന്നെ സോറി പറയണം. രീതി തെറ്റിക്കാൻ നമ്മൾ ആളില്ലെന്ന്. വഴക്കങ്ങളൊന്നും നമ്മളായിട്ട് മാറ്റാൻ പാടില്ല. ശരി, ഏറ്റവും കൂടുതൽ ഇമോഷണലി ഡിസിഷൻസ് എടുക്കാൻ കഴിവുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ കുറച്ചുകൂടി അതെ ചോദ്യം അതായത് ഭയങ്കര കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ചേട്ടൻ. ഓക്കെ. കണ്ടന്റ്സ് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കാ? ചേട്ടൻ. എനിക്ക്. ഓക്കെ. ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത്? അന്ന് മണി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ഒരു മണി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കും അനാവശ്യമുള്ള കാര്യങ്ങൾക്കും എല്ലാം ചേട്ടൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. പക്ഷെ ഞാൻ ഇത്തിരി പിടിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ. ഞാൻ ചിന്തിക്കും ഒരു കാര്യം ചെയ്യണോ വേണ്ട ആവശ്യമുണ്ടോ ഇല്ല അങ്ങനെ ചിന്തിച്ച് ഞാൻ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഓൺലൈൻ ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? അങ്ങനെ 5 ഒന്നല്ല, 2 പേര് ചെയ്യും. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ല കാണുമ്പോൾ ഞാൻ ഓൺലൈനിൽ ജസ്റ്റ് നൈസായിട്ട് ബക്കറ്റിലിടും, ഇടയ്ക്കൊന്ന് മേടിക്കും. ഫോൺ എപ്പോഴെങ്കിലും സീക്രട്ട് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ പാർട്ട്ണറിന്റെ? ഒരിക്കലും. പബ്ലിക് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ? പബ്ലിക്കായിട്ടല്ല ചെക്ക് ചെയ്തില്ല. ഞങ്ങൾ 2 പേരുടെ ഫോണിന്റെ പിൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരാളുടെ ഫോൺ ഇല്ലെങ്കിൽ അടുത്ത ആളുടെ ഫോൺ യൂസ് ചെയ്യാം. ഓക്കെ. അത് ആക്ച്വലി റിലേഷൻഷിപ്പിൽ കണ്ണിടത്തേക്ക് പോയി. അത് ആക്ച്വലി റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റാ. ഫോണിന്റെ ആ ഒരു ഫ്രീഡം കൊടുക്കേണ്ടത്. ചില ആൾക്കാർ ഒളിപ്പിച്ചു വെക്കും. വിളിച്ചു പറയും ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടാവട്ടെ. ഞാൻ സിംഗിളാ. കണ്ടന്റ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഈ വീഡിയോ ഇടണ്ട, അല്ലെങ്കിൽ ഇതിൽ എന്നെ കാണാൻ കൊള്ളത്തില്ല, വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഏതാ കാണിക്കണ്ടേ? വഴക്കിട്ടിട്ടുണ്ട്. അങ്ങനെ വഴക്കിട്ടിട്ടില്ല. ചിലപ്പോ ചില വീഡിയോസ് കാണുമ്പോ അയ്യോ ഇത് ഇടണോ എന്നൊരു ചിന്ത വരത്തില്ലേ, അങ്ങനെ ഒന്ന് ചിന്തിക്കും, ഒന്ന് പറയും. പിന്നെ ഫൈനലി അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾക്ക് കാണാൻ ഒരു മുരിങ്ങക്കോലിന്റെ വീഡിയോ. അത് ഒറ്റ 1 മണിക്കൂർ കൊണ്ട് 3 ലക്ഷം ആൾക്കാരാണ് കണ്ട വീഡിയോ. അപ്പൊ അന്നേരം കുറെ ആൾക്കാർ നമ്മുടെ പിള്ളേർ സെറ്റ് നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് അങ്ങനെ നെഗറ്റീവ് അങ്ങനെ കുറെ കമന്റ് വന്നപ്പോൾ ഞങ്ങൾ ഡിലീറ്റ്. നമ്മളെന്തിനാ വെറുതെ ഇതാക്കുന്നത്? അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നോർമലി വീട്ടിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആൾക്ക് നമ്മുടെ പ്രേക്ഷകരുടെ വാക്കുകൾ നമ്മൾ അംഗീകരിക്കണം, മാനിക്കണം. അങ്ങനെ അതുകൊണ്ട് മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറെ പേർക്ക് ഒരു തോട്ട് ഉണ്ട്, എന്റെ അക്കൗണ്ട് എന്റെ റീല് ഞാൻ ഇഷ്ടമുള്ള ഇടും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് ആ ഒരു റീച്ച് തരുന്നത് പ്രേക്ഷകർ. നമ്മളത് മാനിക്കും. അവരെ റെസ്പെക്ട് ചെയ്യണം. എപ്പോഴും റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വിജയം ഉണ്ടാവും. ഓക്കെ. സ്പെഷ്യൽ ഡേയ്സിലെ ബർത്ത്ഡേ, ആനിവേഴ്സറി അതുപോലുള്ള ഡേയ്സ് ഒക്കെ മറന്നു പോകലുണ്ടോ നിങ്ങൾ? ഇല്ല. ഞങ്ങളുടെ ഡേറ്റുകളെല്ലാം ഒരു അഞ്ജുവിന്റെ ആണെങ്കിൽ മെയ് 20, എൻ്റെ ഓഗസ്റ്റ് 20, ശുങ്കുവിന്റെ ഓഗസ്റ്റ് 20. അപ്പം അങ്ങനെ 20-ാം ഡേറ്റ്. അതുകൊണ്ട് അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയൊക്കെ വന്നു. അതൊക്കെയാണ്. അതാണ് ചേട്ടൻ. ഇതിന് വേറൊരു കണ്ടന്റ് ഉണ്ട് ഇതിന്, അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടോളാം. കള്ളം പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയിട്ടുണ്ടോ? കള്ളം പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് പോവാറുണ്ട്. പിന്നെ കള്ളം പറഞ്ഞു പോയിട്ടുണ്ടോ? പോവാറുണ്ട് കുറെ സമയങ്ങളില്. കള്ളമല്ല, ഇടയ്ക്ക് പോവാറുണ്ട്.
എങ്ങനെയാ ഭർത്താവിന് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഭാര്യയാണ്? തീർച്ചയായും ഫ്രീഡം വെച്ച് ഫ്രീഡം ഇത്തിരി കൂട്ടിപ്പോയെങ്കിലുള്ളൂ. ശരിക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എവിടെയും ചെന്നെങ്കിൽ ഒരു 10 കോള് വരുമെന്നേ ഉള്ളൂ. അതാണ്. അല്ല, ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴേ രാത്രിയൊക്കെ ആണെങ്കിൽ ടൈം കഴിയുമ്പോ നമ്മൾ വരും. 6 മണി അല്ലല്ല, വൈകുന്നേരം 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ വരാറായോ അല്ലെങ്കിൽ എവിടാണ്, ചിലപ്പോ ദൂരമൊക്കെ പോയിട്ട് വണ്ടി പിടിച്ചൊക്കെ വരുന്നത്, അപ്പൊ നമ്മൾ ആ ഒരു കൊണ്ട് വിളിക്കും. ഓക്കെ, 10 മണി വരെയൊക്കെ ടൈം തരല്ലേ? ഓ ലക്കി. ഇപ്പൊ പറയും ഞങ്ങൾ സ്വപ്നം കണ്ടോ വീണ്ടും വരും അത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പോസസീവ് ആരാ? ഞാൻ 5. എന്തിൽ ഏറ്റവും കൂടുതൽ പോസസീവ്? അങ്ങനെ ഒന്നുമല്ല, എല്ലാത്തിനും എന്താണ്? അങ്ങനൊന്നുമില്ല. ലേഡീസ് ഫാൻസ് ഒക്കെ മെസ്സേജ് ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ മീൻസ് ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല എനിക്ക്. പക്ഷെ എന്നാലും ഒരു ചെറിയ പൊസസീവ്നെസ് എല്ലാ റിലേഷനിലും ഉണ്ടല്ലോ. അതെനിക്ക് എന്തിലാ ചേച്ചി പോസസീവ് ആണെന്ന് ഫീൽ ചെയ്ത ആ ഒരു സംഭവം ഏതാ? ഫീൽ ചെയ്യുന്ന സംഭവങ്ങളായിട്ടൊന്നും ഇപ്പോഴാണ് അറിയണേ പോസസീവ് ഒന്നുമില്ല. അത് ഒരു റിലേഷനിലുള്ളതാണല്ലോ, ഒരു പൊസസീവ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. ഓക്കെ ഓക്കെ, ശരി. കുട്ടികൾ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നത്? 5. അത് ശരിയാ, നേരത്തെ പറഞ്ഞു. നിങ്ങൾ പരസ്പരം ഏറ്റവും കൂടുതൽ കെയറിങ് ആരാ? ചേട്ടൻ അങ്ങോട്ടാണോ ചേച്ചി ഇങ്ങോട്ടാണോ? എന്റെ കാര്യത്തിൽ 5 ആണ്. എന്റെ കാര്യത്തിൽ ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്ലാതെ പറ്റത്തില്ലല്ലോ. ഏറ്റവും ലാസ്റ്റ് വഴക്കിട്ടതാരാ? ലാസ്റ്റ് വഴക്കിട്ടെന്ന് ഇന്ന് വഴക്കിട്ടില്ല, ഇന്നലെ ഇട്ടായിരുന്നു. ഇന്നലെ എവിടെ ഇന്നലെ നമ്മള് ഷോപ്പിംഗ് പോയി, ഇന്നലെ വഴക്കിട്ടില്ല. ഇന്നലെ സമയം കിട്ടിയില്ല. ഇല്ല. അപ്പൊ എല്ലാ ദിവസവും സമയം കണ്ടെത്തി വഴക്കിടാറുണ്ടോ? ജീവിതത്തിൽ അതൊരു പാട്ടാണ്. അന്ന് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് വീഡിയോ ഇട്ടു. ഇന്നലെ ഇത്തിരി ബിസി ആയിരുന്നു, സമയം കിട്ടിയില്ല. ഇല്ല. ഓക്കെ, സോഷ്യൽ മീഡിയാസിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ടായിരുന്നു പണ്ട്, ഇല്ല. ഉണ്ടായിരുന്നോ? പണ്ട് കുറെ ഉണ്ടായിരുന്നു. പണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ. ഓക്കെ. ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് പല യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് പറയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ വേറെ പല ചാനലിൽ നിന്ന് കാണുകയും കമന്റ് ഇടുകയും ചെയ്യാം. അപ്പൊ കുറച്ച് വ്യൂസും കമന്റും കിട്ടും. അതുകൊണ്ട് കുറച്ച് മെയിൻ ഐഡിയയിൽ കുറച്ച് ഉണ്ടാക്കിയെന്നുള്ളൂ, അല്ലാതെ ആരെയും ദ്രോഹിക്കാൻ ഉണ്ടാക്കിയല്ല. ടെക്നോളജിയാ. അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റോറി ഒക്കെ നോക്കാനൊക്കെ. അല്ല, അങ്ങനെയൊന്നുമില്ല. സ്റ്റോറി നോക്കാനുണ്ട്. പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് ബൈ മിസ്റ്റേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്? അതൊക്കെ സ്വാഭാവികം. ഓക്കെ, വഴക്കിട്ട് പരസ്പരം ബ്ലോക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയാണ്, ബ്ലോക്ക് ചെയ്യണം, വാട്സപ്പിനെ DP മാറ്റണം, ചെയ്തിട്ടില്ല. എന്നിട്ട് കുറച്ച് സ്റ്റോറീസ് ഇടണം. സ്റ്റോറി ഇടുന്ന കാലം ഇപ്പഴല്ലേ? നമ്മളങ്ങനെ പണ്ട് വാട്സപ്പിലൊന്നും ഇടാറില്ല. ഇല്ല, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ, മാരേജിന് ശേഷം ഓൾഡ് എക്സുകളെ കണ്ടിട്ടുണ്ടോ? എക്സുകൾ ചേച്ചിക്ക് ഉത്തരം പറയാ. കണ്ടിട്ടില്ല. ആലോചിക്കട്ടെ. ഓൾഡ് ഇല്ല, കണ്ടിട്ട് അറിയത്തില്ല. അവർ ചിലപ്പോ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ? അതുണ്ടായിരിക്കും. ഓക്കെ, അത് കാണണം. ഇതൊക്കെ കാണണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നിച്ച് സിനിമയിൽ ഒന്നിച്ച് ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അറിയാലോ നമ്മുടെ ആക്ടിങ് ലെവൽ എന്തോരം ഉണ്ടെന്ന്. അപ്പം ആ ഒരു പ്രൊഫഷണൽ അല്ല, അങ്ങനെ നമ്മളെ ട്രെയിൻ ചെയ്തെടുത്താൽ നമ്മൾ ചെയ്യും. എന്നാലും ആരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടനാണ്. അഞ്ജുന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയാണ്. അങ്ങനെ അവരുടെ കൂടെ തന്നെ ഷെയർ ചെയ്യണമെന്നല്ലോ. ഇപ്പൊ ആരുടെ കൂടെ അതൊക്കെ അഭിനയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് രീതിയിൽ. സെഗ്മെന്റ് എന്തായാലും കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് 2 വീഡിയോസും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോയുടെ ഒരു മെമ്മറി. അത് പഴയതാണ്. ചുങ്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ അവൻ എന്റെ നെഞ്ചത്ത് കിടക്കുന്ന ഒരു ഫോട്ടോയാണ്. കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 2024 ഓണത്തിന്റെ ഫോട്ടോഷൂട്ടാണത്. അന്നേരം ഞങ്ങൾ അതിന്റെ ആ ഒരു വളർച്ച അത് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ ഫോട്ടോ ഞങ്ങള് സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാളിൽ കറങ്ങാൻ പോയപ്പം
ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ ആണോ? ആദ്യമായിട്ടല്ല, അന്നേരത്തെ ഒരു ഫോട്ടോ അത്. ഓക്കെ. ഞങ്ങള് മിക്ക സമയങ്ങളിൽ വൈകുന്നേരം കറങ്ങാൻ പോകും. ഇങ്ങനെ അവിടെ കൽക്കട്ടയില് ആയിരുന്നു ഞങ്ങള്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ മോളിലൊക്കെ ഇങ്ങനെ പോവും. അന്നേരം ഒരിക്കൽ എടുത്ത ഫോട്ടോ അത്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അത് മെമ്മറി കാർഡ് ഒന്ന് കളഞ്ഞുപോയി. എല്ലാവരും പഴയ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അല്ലെങ്കിൽ കുറെ വീഡിയോസ് ഇറക്കായിരുന്നു, കുറെ വെളുപ്പിക്കായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി കുറെ റിലേറ്റഡ് കോണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഇനി സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കൂടെ വന്നാലും മസ്താനി വന്നാലും നമ്മൾ സംസാരിച്ചു. വിളിച്ചു കാണിച്ചാൽ ചുങ്കുനെ അറിയാം, പിള്ളേരുടെ വായനും കൂടി എനിക്ക് തെറിയൊക്കെ അതിനുള്ള രീതിയിലല്ല. ഈ ബിഗ് ബോസ് ഇറങ്ങിയല്ലോ, അപ്പൊ അതിലെല്ലാ കോണ്ടന്റ്സ് എല്ലാരെയും അവനറിയാം. അപ്പൊ അവൻ പറയും ഈ വീക്ക് മസ്താനി ഔട്ടായി, ഈ വീക്ക് അങ്ങനെ അവൻ എല്ലാരെയും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് എനിക്ക് ഓഫുള്ള ദിവസം ഞങ്ങൾ തുണി മടക്കാനൊക്കെ മേളിൽ ഒരു TV വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാം. അപ്പൊ അവനിങ്ങനെ ഇരുന്ന് കാണാം, അവനറിയാം. അതുകൊണ്ട് അവന് എനിക്കറിയില്ലാത്തവരുടെ പേര് വരെ അവനറിയാം. ഒരുപാട് ഒരുപാട് നല്ല നന്മകൾ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ പാർട്ടാണെന്ന് ഓർത്ത് നമ്മൾ നല്ല നല്ല പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേരുക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എത്തി. പിന്നെ ഇതൊന്നൊരു പുത്തരിയുള്ള കാര്യമാണ്, നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സീനാട്ടോ, അനുഭവിച്ചറിയാം. അതൊക്കെ ശരിയാണ്, അനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, എന്നാലും എല്ലാം നല്ലതിന്. അതെ, എല്ലാം നല്ലത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് വലുത് വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ അത് കറക്റ്റാ. എല്ലാം നല്ലതിനായിരുന്നു. അപ്പൊ ഓക്കെ, നിങ്ങൾ എന്നെ കരയിപ്പിക്കരുത്. ഇല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.